ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മില്ലറ്റ് കൊണ്ട് നല്ല ഹെൽത്തിയും സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ് എടുക്കുന്നത്. ധാന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇളം പച്ച നിറത്തിൽ ഒരു ബ്രൗൺ പൊട്ടുള്ളത് കൊണ്ടാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പേര് വന്നത്. ഇതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും മില്ലറ്റ് കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇനി 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റും 1/4 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും. ഇനി ഇത് കഴുകി ഒരു 3-4 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഇനി ഇത് കഴുകൂല, കുതിർത്ത് വെക്കണം. 5-6 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ച ശേഷം കുതിർത്ത് വെച്ച വെള്ളത്തോടെ അരച്ചെടുക്കാം. ആദ്യം മിക്സി ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുത്ത് ഉഴുന്ന് അരക്കുന്ന സമയത്ത് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കണം. ഒരുമിച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ ഉഴുന്ന് നല്ലപോലെ പൊങ്ങി വരില്ല. കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഉഴുന്ന് നന്നായിട്ട് പത പോലെ അരച്ചെടുക്കണം. ഉഴുന്ന് നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പൊങ്ങി വരും പെട്ടെന്ന്. ഇനി ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മില്ലറ്റ് മിക്സി ജാറിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തു. ഇനി അതും കൂടെ ഈ ബൗളിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ പാത്രത്തിൽ പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്ക് പോകും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തുറന്ന് നിൽക്കുന്ന വിധത്തിൽ ഈ ഒരു പാകത്തിൽ അടച്ചു വെക്കണം. കുറച്ച് മൂടി തുറന്നിട്ട് നിൽക്കണം. ഇങ്ങനെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് മാവ് പൊങ്ങി വരും. ഒരു 5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ടല്ലേ, നല്ല പോലെ പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാത്രം ഒന്ന് നല്ലപോലെ ചൂടാകുമ്പോൾ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇങ്ങനെ പാത്രം ചൂടായി അതിന് ശേഷം എണ്ണയും തടവി മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ ഇഡ്ഡലി പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കയ്യിലൊന്നും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. ഇഡ്ഡലി തട്ടിൽ മാവ് കോരി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇഡ്ഡലി റെഡിയായി കിട്ടും. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇഡ്ഡലി നല്ലപോലെ വെന്തു. ഇനി ഇത് പുറത്തെടുത്ത് വെച്ച് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുടഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇഡ്ഡലി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സ്പൂണോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി എടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കാതെ കിട്ടും. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധത്തെ ഇല്ലാതാക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഈ മില്ലറ്റിന്. അതുകൊണ്ട് തന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണിത്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.